വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നത്. ഒരു 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ സോയ ചങ്ക്സ് ഞാൻ ആദ്യം ഒന്ന് നന്നായി കഴുകി ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് ഊറ്റിയെടുത്തതാണ് ഇത്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അതുപോലെ 1.5 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്തതും പിന്നെ പച്ചമുളകും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഏകദേശം വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫാക്കി നമുക്കിത് തണുക്കുന്നതിനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്തിരുന്ന സോയ ചങ്ക്സ് നമുക്കിനി ഇത് വേവിക്കാനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം വേവിക്കാം. ഉള്ളിയും തക്കാളിയും വഴറ്റിയത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വേവിക്കാം. അങ്ങനെ അടിപൊളി സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പുലാവിന്റെ ഒപ്പമോ ചപ്പാത്തിയുടെ കറിയായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.